അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവർക്കും സുഖമാണ്. മഴ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് ഇടിവെട്ടാണ്, നല്ല ഇടിവെട്ടാണ്. ഇടിവെട്ടുള്ളപ്പോഴൊക്കെ ഊരിയിടണം, അല്ല എല്ലാ സാധനവും അടിച്ചു പോകും. ഡിഷിൻ്റെ കണക്ഷൻ ഉൾപ്പെടെ ടി വിയുടെ പുറകിൽ നിന്ന് HDMI കോഡ്, AV കോഡ്, കറണ്ടിൽ നിന്നുള്ള ലൈന് എല്ലാം എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ എല്ലാം കണക്ട് ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇൻവെർട്ടർ ഊരിയിട്ടിട്ടേ പോകാവുള്ളൂ. വൈഫൈയുടെ കണക്ഷൻ, എല്ലാം ഊരിയിടണം. എല്ലാം ഊരിയിടണം. മഴ വരുന്നു കാണുമ്പോഴേ ഊരിയിട്ടണം. അതാണ്ട് ഒരു സാധനം വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നാന്ന് തോന്നുന്നു അല്ലേ? ട്രിവാൻഡ്രമാണ്. ആരയച്ചാലും സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, എന്താണെന്നൊന്ന് അഴിച്ചു നോക്കട്ടെ. ട്രിവാൻഡ്രം. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കത്തി മേടിച്ചില്ല. അപ്പോൾ എവിടെയാണ് തുറക്കുന്ന അറിയാൻ മേലാത്തൊരവസ്ഥയിലാണല്ലോ. ഇവിടെയായിരിക്കും. കവറൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വായൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ എടുത്തു. നല്ല സൂപ്പർ പാക്കിംഗ് ആണ്. നല്ല പാക്കിംഗ് ആണ്. നല്ലപോലെ കൊണ്ടുവന്നു പാക്ക് ചെയ്ത് ഇതടുത്ത പാക്ക്. കമ്പനിക്കാർ പോലും പാക്ക് ചെയ്തിട്ട്. അതെ. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പുള്ളിയുടെ സാധനത്തോടുള്ള സ്നേഹമാണ്. സ്നേഹവും വിലയും ബഹുമാനവും. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അപ്പോൾ ഇത് നന്നാക്കി കൊടുക്കാനുള്ള ബാധ്യത കൂടുന്നു. എല്ലാം എടുത്ത് വെച്ചോ. തിരിച്ചയക്കുമ്പോഴും ഇതെല്ലാം വേണ്ടി വരും. അതുകൊണ്ടൊന്നും നശിപ്പിക്കുന്നില്ല, ഇതുപോലെ തന്നെ തിരിച്ചയക്കുന്നതായിരിക്കും. ചുട്ടിനകത്ത് കയറ്റിക്കും. ഇത്ര സൂക്ഷ്മമായിട്ട് എന്തിനാണ് കീറുന്നതെന്ന് എല്ലാവരും ഓർക്കും. പിന്നെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വായൊക്കെ നോക്കി വളരെ മനോഹരമായിട്ട് നമുക്കത് അഴിക്കാൻ പറ്റണം. കിട്ടിപ്പോയി. ഇപ്പോൾ മനോഹരമായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്നിനും ഒരു പൊതിച്ചിലിനും ഒരു ഡാമേജ് വരുത്താതെ. ഇവിടെ ഒരു ജോയിൻറ്റും കൂടി ഉണ്ട്.
മതിയായിരിക്കും, ഇനി ഊരി എടുക്കായിരിക്കും. ഇങ്ങനെ ഊരി എടുക്കാം. ഒരു DVD പ്ലെയർ ആണെന്ന് തോന്നുന്നു. DVD അല്ല, ഹോം തിയേറ്റർ. ഹോം തിയേറ്റർ. സോണി 5.1 ഹോം തിയേറ്റർ ഓർ മൾട്ടിമീഡിയ സ്പീക്കർ, മൾട്ടിമീഡിയ പ്ലെയർ. നമുക്ക് സിനിമ ഒക്കെ കാണാനും ഡിസ്ക് കാണാനും USB എല്ലാം ഉള്ളൊരു സെറ്റാണ്. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ച് അതുകൊണ്ട് അതിന് കവറൊന്നും തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതാണ് സെറ്റ്. ഇത് നമ്പർ എത്ര? 20 ആണോ? നോക്കി DV DZ290K. ഓക്കെ, DZ290K. ഇതിപ്പോൾ ഇച്ചിരി പഴക്കമുള്ള സെറ്റാണ്. ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ഇതിൻ്റെ ഒറിജിനൽ എല്ലാം തോന്നുന്നു. ഇവിടെ ഇച്ചിരി തുരുമ്പ് കാണുന്നുണ്ട്. വേറെ നല്ല HDMI ഔട്ടുണ്ട്. 5.1 ആണ്. HDMI പോർട്ടിനും തുരുമ്പുണ്ട്. മെയ്ഡ് ഇൻ ജപ്പാനാണ് സെറ്റ്. ഇത് DZ290K ഇച്ചിരി പഴക്കമുള്ള സെറ്റാണ്. അപ്പം ഇത് നമുക്ക് ഇതെല്ലാം അഡ്രസ്സ് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഇങ്ങനെ സാധനം അയക്കുന്നുണ്ട്, ഒന്നര സെറ്റിൻ്റെ മണ്ടയിലേക്കാളും നല്ലത് സെറ്റിൻ്റെ അടിഭാഗത്ത് വേണ്ട ഒരു സ്റ്റിക്കർ പേപ്പറിൽ നിങ്ങളുടെ ഇവിടെ ആയിട്ട്, ഇതുണ്ട് ഇവിടെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്റ്റിക്കർ പേപ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും കംപ്ലൈൻറ്റും എഴുതി ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് അയക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി സെറ്റുകൾ ദിവസം വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, കംപ്ലൈൻറ്റ്. അപ്പോൾ ഒരു സംശയം, വിളിച്ചിട്ടല്ല ഞാൻ അയച്ചതെന്ന്. അതൊരു കാര്യമില്ല. ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരെ വിളിക്കുന്നു, ഒത്തിരി പേര് അയക്കുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എവിടുന്നുള്ള സ്ഥലമാണെന്ന് അറിയത്തില്ല, പേരറിയത്തില്ല. വാട്സാപ്പിൽ ഇട്ടിട്ടില്ലെന്ന് ചോദിക്കും. 2 ചാനലുണ്ട്, 2 നമ്പറുണ്ട്. ആകെ പ്രശ്നമാവും. ആ നമ്പർ നിറയെ കംപ്ലൈന്റ് കിടക്കുകയാണ്. ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. ഓപ്പൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിടത്തും എത്തുന്നില്ല. ഞങ്ങളിന്ന് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വരെ 1 മണിക്കാണ്. കാരണം രാവിലെ തൊട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി സൗകര്യം. അല്ല നമ്മളിതെല്ലാം കണ്ടുപിടിക്കാൻ നടക്കണം. പിന്നെ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ടല്ല ഇട്ടിരിക്കുന്നത്. സ്ക്രൂ എല്ലാം ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും സാരമില്ല, നമുക്ക് കൈയോടെ അഴിച്ചു നോക്കിയേക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുമല്ലോ. പിന്നെ ഇതിൻ്റെ പുറത്ത്, കൊറിയറിൻ്റെ പുറത്ത് അഡ്രസ്സ്, ഫോൺ നമ്പർ ഒട്ടിച്ചിട്ട് കാര്യമില്ല. അത് കൊറിയറിന് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളിൽ സെറ്റിൻ്റെ അടിയിൽ ഒട്ടിച്ചാൽ മതി. ഒട്ടിക്കണം. എവിടെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഒരു സ്റ്റിക്കർസ് പേപ്പർ ഇല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയോ എന്നാലും വെച്ച് ഒട്ടിക്കുക. സെറ്റെന്ന് അത് പോകാത്ത രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് സെറ്റ്, ഇതിപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു വരികയല്ലോ. പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതാരുടെ സെറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ വരും. ഇവിടെ വരുന്ന സെറ്റാണെങ്കിൽ നമുക്കിത് മൊത്തം, ഇതിൻ്റെ ഒറ്റ സ്ക്രൂ ഒറിജിനലില്ല, എല്ലാം തോന്നിവാസം സ്ക്രൂ ആണ് ഇട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. ഇതെന്ന് അഴിച്ചപ്പോൾ ഇതിന്റെ ഒറിജിനൽ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ മിസ്സാക്കി തിരിച്ചു തന്നെ ഇടണം. തിരിച്ചിട്ട് നല്ല ഏത് സെറ്റാന്ന് അഴിച്ചാലും എങ്കിൽ അതിൻ്റെ പെർഫെക്റ്റ്നെസ് വരുള്ളൂ. ഇനിയിപ്പോൾ എനിക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയല്ലോ, കാരണം പോയല്ലോ. ഇതിൻ്റെ അകം കാണിച്ച് നല്ലപോലെ. എല്ലാം തുരുമ്പായിട്ടുണ്ട്, ഇച്ചിരി പഴക്കമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആരെ വിളിച്ചു നോക്കി, അൻസാരിയാണോ നോക്കി.
ആ ബോർഡേലും സ്ക്രൂ കുറവുണ്ട്. ബോർഡേലൊന്നും സ്ക്രൂ ഇല്ല. ഇതാണ്ട് ഇവിടെ സ്ക്രൂ ഇല്ല, ഇവിടെ സ്ക്രൂ ഇല്ല. പിന്നെ പലയിടത്തും സ്ക്രൂ കുറവുണ്ട്. എന്നാലും നമുക്കൊന്ന് നോക്കാം. മതി, കുഴപ്പമില്ല. ഓണാകുന്നില്ല, ഡെഡാണ്. സെറ്റ് ഓണാകുന്നില്ല. ഞാനൊന്ന് കാണിച്ചോട്ടെ. ഡെഡാണ്. ഇത് കറണ്ട് കുത്തിയിട്ടുണ്ട്, നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ ഡെഡാണ്. ഭയങ്കര മഴ കേട്ടോ എൻസി. ഇടിയും മുഴങ്ങുന്നുണ്ട്. വേണമെങ്കിൽ നിർത്തുന്നത് തെറ്റ്. ഞാൻ ഓൾട്ടൈ ഒന്ന് നോക്കിക്കോട്ടെ. പവർ സപ്ലൈയിൽ ഓൾട്ടൈ വല്ലതും ഉണ്ടോ? ഇത് ഉപയോഗിക്കാതെ ഒത്തിരി നാൾ ഇരുന്നാണെങ്കിൽ ശരിയാക്കി എടുക്കാൻ അത്ര എളുപ്പമല്ല. അയ്യോ, എന്നാ ഷോക്കടിച്ചോ? ഷോക്ക് അടിച്ച എവിടുന്ന? എവിടുന്നാണാവോ? ആ, അത് കുത്തിയിരിക്കുക. ഇത് മുമ്പേ കുത്തിയിട്ട് മറന്നുപോയാ ഞാൻ ഊരി വെക്കാൻ. കുഴപ്പമില്ല, 300 വോൾട്ടേജുള്ള അടിയാ. LED ചക്കറായത്. LED ചക്കർ മുമ്പേ LED ചെക്ക് ചെയ്തിട്ടേ ഞാൻ പെട്ടെന്ന് ഇടി വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാ. ഇത് ഊരാൻ വിട്ടുപോയി. നല്ല അടിയായിരുന്നോ? സൂപ്പറായിരുന്നോ? സൂപ്പർ അടിയായിരുന്നു. ആ, ബ്രെയിനിൻ്റെ ഉത്തേജനത്തിന് നല്ലതാണെന്ന് പറയുന്നത്. ഷോക്കൊക്കെ ഇറങ്ങി. കാര്യമായിട്ട് ഷോക്കൊന്നും അടിച്ചില്ല. നല്ല ഷോക്ക് അടിച്ചായിരുന്ന ELCB ഓഫായേന്. ഞാൻ അതേ തൊട്ടില്ലല്ലോ. ഞാൻ ഈ മേശപ്പുറത്ത് തൊട്ടോളൂ. മേശപ്പുറത്ത് തൊട്ടാൽ മതി. അതേ കറണ്ട് ഇരിക്കുമല്ലേ. അതിൻ്റെ അറ്റത്ത് കറണ്ട് ഇരിക്കുക. കറണ്ട് കുറവാണ്, വോൾട്ടേജ് ഉണ്ടെന്നുള്ളേ. മനസ്സിലായില്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ ട്രിപ്പാകുന്നു. വോൾട്ടേജ് ഇല്ല, പവർ സപ്ലൈയിൽ വോൾട്ടേജ് ഇല്ല. പവർ സപ്ലൈ തൊട്ടിട്ടില്ല. അപ്പോൾ ആദ്യം പവർ സപ്ലൈ ഒരെണ്ണം വെച്ച് നോക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഓക്കെ, ഒരു മാർക്കറിങ് എന്നാൽ ഇതിലൊക്കെ ഇത് എഴുതി വെക്കട്ടെ. ട്രിവാൻഡ്രം. ഇതിൻ്റെ STR എല്ലാം പറിച്ച് വേറെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, പവർ സപ്ലൈയിൽ STR എല്ലാം പറിച്ച് വേറെ ഇട്ടു. ഇവിടെ എല്ലാം കുറേ പണി പണിതിട്ടുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ ഈ പവർ സപ്ലൈ റെഡിയാക്കി എടുക്കാമായിരിക്കും. ഇവരിങ്ങനെ പണിതുകൊണ്ട് എങ്ങനെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്നാണെങ്കിൽ ഞാനൊരു വേറൊരു പവർ സപ്ലൈ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. ആ, സെറ്റ് ഓണായി. അപ്പോൾ പവർ സപ്ലൈ കംപ്ലൈൻറ്റ് തന്നെയാണ്. HDMI 1000p സോണി ഡെമോ ഓണായി. ഇനി നമ്മൾ കൺട്രോൾ ഫോർ HDMI
ഇനി നമുക്കൊന്ന് പ്രൊട്ടക്ടറുണ്ട്, പുഷ് പവർ പ്രൊട്ടക്ടർ. അപ്പോൾ ഇനി മദർ ബോർഡിലും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം അതെന്നാന്ന് ഇനി നോക്കണം, കാരണം ഇതൊക്കെ ഒത്തിരി പഴക്കമായി. ഫാൻ കറങ്ങുന്നില്ല, ഫാൻ കറങ്ങുന്നുണ്ട്. ഓണാക്കുമ്പോഴേ ഈ ഫാൻ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയല്ലേ ഈ ഫാൻ ഇരിക്കണ്ടേ? വേറെ ലോക്കൽ ഫാൻ വെച്ചതല്ലേ? ഓക്കെ ഓക്കെ, ഫാൻ കറങ്ങേണ്ടതാണ് ഇത്. ഫാൻ എടുത്ത് നോക്കാം, എടുത്തു. ഫാൻ എടുക്കുന്നില്ല. ഫാൻ മാറാമെന്ന് വെച്ചോ. ഫാൻ കറങ്ങാത്തതുകൊണ്ട് ഫാൻ മാറി വെച്ച് നോക്കുക. ഫാൻ ഓണായെങ്കിലേ കറങ്ങുള്ളൂ, എന്നാലും ജസ്റ്റ് ഒന്ന് അനങ്ങേണ്ടതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫാൻ അല്ല അതിലിരിക്കുന്നത്, വേറെ ഏതോ ഒരു ഫാൻ സെറ്റാക്കിയിരിക്കുക. അത് കുറേ മുമ്പേ കണ്ടപ്പോഴേ ഒന്ന് ഫാൻ ഇറങ്ങേണ്ടതാണ്. ഒരു സെക്കൻഡ്. നേരെ പുഷ്പത്തിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കും കറങ്ങാത്തെന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും കറങ്ങിയില്ല അല്ലേ? പ്രൊട്ടക്ടർ, പുഷ് പവർ പ്രൊട്ടക്ടർ ബൈക്ക് പോയി. ഫാനിന് തിരിച്ച് കണക്ഷൻ കൊടുത്തു, അതെടുത്ത ഫാൻ തന്നെ. ഒരു പവർ സപ്ലൈ വെച്ചു, അത് പുഷ് പവർ പ്രൊട്ടക്റ്റ് കാണിച്ചു. ഇനി ഒരു പവർ സപ്ലൈയും കൂടെ വെച്ച് നോക്കുകയാണ്. ഇനി ആ പവർ സപ്ലൈയുടെ കുഴപ്പം കൊണ്ട് വല്ലതാണോ പുഷ് പവർ പ്രൊട്ടക്റ്റ് കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ സ്ക്രൂ ഇത് പിന്നെ കൊടുക്കാം. ആംപ്ലിഫയറിൻ്റെ സപ്ലൈ ആണേ, 35 വോൾട്ടേ. അത് ആംപ്ലിഫയർ ഐ സി വല്ലതും ഷോർട്ട് ഉണ്ടെങ്കിലും അത് കൊടുത്തില്ലെങ്കിലും സെറ്റ് വർക്കാവുമേ, ഔട്ട്പുട്ട് വരികയെന്നുള്ളേ ഉള്ളൂ. സോണി ഡെമോ. ഉണ്ടോ, ഫാനും നനങ്ങി കേട്ടോ. ഫാൻ കണ്ടോ, ഫാൻ നനങ്ങി ഉണ്ടായിരുന്നോ? ആണ്ടേ, ഫാൻ കറങ്ങി. ഫാൻ കറങ്ങി നിർത്തിക്ക്. കറക്കം നിൽക്കില്ല, ഇപ്പം നിന്നു. ആണ്ടെ, പുഷ് പവർ പ്രൊട്ടക്ടർ വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഫാനേലൊന്നുമല്ല കുഴപ്പം, കറങ്ങിയപ്പോഴാണ് വീണ്ടും വന്നത്. കറങ്ങാതെ വന്നപ്പോഴോ? ഞാൻ മുഴുവൻ സപ്ലൈ നമ്മൾ കൊടുത്തില്ലല്ലോ, ഇനി കൊടുത്ത് നോക്കാം. മുമ്പത്തെ പവർ സപ്ലൈ പോലെ ഓണാക്കി. ഫാൻ ഓടുന്നുണ്ട്, വോളിയം ഓടുന്നുണ്ട്. ടി വി ഡെമോ വോളിയം വന്നു. വോളിയം കണ്ടുള്ള തിരിയാൻ ഭയങ്കര പാടാണ് ഉപയോഗിക്കാതിരുന്നിട്ട്. ടി വി വീഡിയോ വന്നു, DVD ഓപ്പൺ വന്നു. ഓപ്പൺ ആയല്ലോ. ബ്രഷ് അത് എന്ത് പൊടിയും വന്നു. ബ്രഷ് ആ ബ്രഷ് പോരാ, മറ്റേ ബ്രഷ് വേണം. ഒരു മിനിറ്റ്. ഫാൻ കറങ്ങുന്നുണ്ടോ? ഫാൻ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കറങ്ങുന്നുണ്ട്, നല്ലപോലെ കറങ്ങുന്നുണ്ട്. ഫാൻ കറങ്ങിയില്ലെങ്കിൽ സെറ്റ് നിൽക്കില്ല, കാരണം അത് ഹീറ്റ് ഓപ്പൺ നിൽക്കുന്നുണ്ട്.
ഇതുവരെ പുഷ് പവർ തൊട്ടിട്ടൊന്നും കാണിച്ചിട്ടില്ല. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ഡിസ്ക് ഇടണം. ഡിസ്ക് എടുക്കണം. അല്ലെങ്കിൽ MP3 പോലത്തെ വല്ലതും മതി. ഇത് ഡിസ്ക് എടുക്കുന്നത് വേണം. വേണം. കഴിഞ്ഞിടാക്ക് ഇതിലൊക്കെ എന്ത് പൊടിയായിരിക്കുന്നത്? അത് വേണ്ട, വേറെ എടുക്ക്. ബൾഫ് മാസ്റ്റർ ഇതിടാം. ഒരു കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഫോൺ വിളി ഞാൻ എടുക്കാത്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിളിക്കുന്നവർക്ക് ഒരു സകലം തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരുന്നത്. നമ്മുടെ ഇതിൽ നിന്നുള്ള കണക്ഷൻ വിട്ടുപോകും. അത് നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യാൻ പറ്റാതാവത്തില്ലേ. എടുക്കാം വരാം. റീഡിങ് കാണിക്കുന്നുണ്ട്. പൊടിയൊക്കെ കയറി കിടന്നുകൊണ്ട് ഇനിയിപ്പം 5 വന്നു. എടുത്തതാണോ? പ്ലേ ആയി. സ്പീക്കർ ഇഞ്ഞെടുത്ത് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഏത് സ്പീക്കറാ വേണ്ടേ? ഇത് മതിയോ? അത് കുത്തത്തില്ല. ഇതിന് പറ്റിയ സ്പീക്കർ താഴെയല്ല, ഈ സ്പീക്കർ പറ്റും. ഇത് എന്നാ അതെടുത്തോ. ഇതെടുക്കട്ടെ. ഞങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അതിനിടയ്ക്ക് ഡോക്ടർമാരാരും ഫോൺ എടുക്കാത്തത് പോലെ ഇപ്പോൾ ഫോൺ എടുക്കുകയല്ല. കൗണ്ട് ചെയ്യുന്നുണ്ട്. വാടുവോ ജീവൻ വെക്കുവോ എന്നൊരു ജിജ്ഞാസയിലും ആണ് ഞങ്ങൾ നിൽക്കുന്നത്. മുമ്പേ കൗണ്ട് ചെയ്തായിരുന്നല്ലോ. എന്നാൽ തൽക്കാലം ആ കൈ കൊണ്ട് ഇത് പിടിക്കുവാണെങ്കിൽ ഞാൻ പോയി ഫോൺ എടുക്കാം. ഹലോ ആരാണ്? ഹലോ പറഞ്ഞോളൂ. വാട്സിൻ്റെ പാന താഴെ ഉണ്ടോ? താഴെ വന്നോ? ഇപ്പം വരാവേ. അപ്പോൾ സെറ്റ് കറക്റ്റായിട്ട് വർക്കായി. ഓഡിയോ വന്നു. പക്ഷേ യൂട്യൂബിൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഓഡിയോ കേൾപ്പിച്ചായിരുന്നു. അപ്ലോഡ് ചെയ്തപ്പോൾ ഇത് കോപ്പിറൈറ്റ് അടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഓഡിയോ ഞാൻ അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തതാണേ. കട്ടായി. പക്ഷേ ആ ഡിസ്കിൻ്റെ ആണോ? വേറെ ഡിസ്ക് ഇട്ടാലോ? ആ DVD എവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്ത് DVD ഒരു താഴെ നിൽക്കുവാണോ? അല്ല ഇത് ഇട്ട് നോക്കാം. DVD ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. റെഡിയായി ഒരു പരിധി വരെ. ഇനിയിപ്പോൾ എത്ര നേരം ഓടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നോ ഡിസ്ക് പറഞ്ഞു. വേറെ ഡിസ്ക് എടുത്ത DVD എല്ലാം അഴിച്ചൊന്ന് DVD ഒന്നിട്ട് നോക്കാം. റീഡിങ് പൊടിയല്ല, ലെൻസിൽ മറ്റേ ട്രാക്കിലെല്ലാം കയറി ഇരിക്കും. ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ടെ കനോട്ട് പ്ലേ. അപ്പോൾ ലെൻസ് പോയതാണ്. അപ്പോൾ ലെൻസ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ കനോട്ട് പ്ലേ വരുന്നത്. DVD മാത്രം. ഇതിപ്പം ഇതൊക്കെ ചെറിയ MP3 ഒക്കെ എടുക്കും, എന്നാലും അത് എന്നൊരു ഓടിയല്ല. കനോട്ട് പ്ലേ വന്നു കഴിഞ്ഞാൽ ലെൻസ് ബ്ലോക്ക് കംപ്ലൈൻ്റ് ആണെന്നാണ് അതിനർത്ഥം. പിന്നെ പെൻഡ്രൈവും കൂടി ഞാൻ എടുത്തു. പെൻഡ്രൈവ് വർക്ക് ചെയ്യാൻ നോക്കാം. അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണോ? ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെടുത്തു. പാടുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. MP3 പാടുന്നുണ്ട്. അപ്പം ലെൻസ് MP3 പ്രശ്നമുള്ളൂ. അടുത്ത പാട്ട് ലെൻസ് ഇച്ചിരി അതെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെൻഡ്രൈവ് നോക്കാം. ഫങ്ഷൻ കുത്തി ട്യൂണർ FM. FM ഉണ്ട്. ഇത് വോളിയം കുറവ് തോന്നുന്നു. ഒരു സ്പീക്കറേ കൊടുത്തിട്ടുള്ളേ. FM
USB റീഡിങ് പ്ലേ. ഇത് തൽക്കാലം ആ പിടിക്കാം. ആ അപ്പോൾ ഓക്കെയാണ്, സെറ്റ് ഓക്കെയാണ്. അപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓഡിയോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചല്ലോ, കൂടുതൽ ഓഡിയോ കേൾപ്പിക്കാൻ വഴിയില്ല. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടിടാം. അപ്പോൾ റെഡിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അയച്ച സെറ്റ് ഓക്കെ ആയിരിക്കുന്നു. जाते हैं आपके दो रुखसारों पर और कितने रंग आते जाते हैं आपके दो रुखसारों पर एक हया का रंग गुलाबी धूप चढ़ी कोसारों पर ഇതിൻ്റെ മുകളിലേക്ക് വെച്ചോ. നാലെണ്ണം അല്ലേ? 4 എണ്ണം. ഇതാണോ സെയിൽ ചെയ്ത് തരണ്ടേ? ആ വർക്കിലായിരുന്നേ, അതുകൊണ്ടാണ് വരാൻ താമസിച്ചേ. ഇത് മാസ്റ്റർ കോപ്പി KL-20 എന്തോ ഒരു സിനിമയാണ്, എക്സ്റ്റൻഡഡ് ഡിസൈഡ്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടമാണ് മാസ്റ്റർ കോപ്പി. അത് സോണിയുടെ തന്നെ ഡിസ്കാണ്. വീഡിയോ CD-യാണ്, VCDR ഇത് എടുക്കുന്നുണ്ട്. വീഡിയോ CD ഇതായാലും ഓടുന്നുണ്ട്. അപ്പോൾ MP3 ഓടാൻ ചാൻസ് ഉണ്ട്. MP3 കൂടെ ഒന്ന് ഇട്ട് നോക്കാം. അത് വീഡിയോ CD ഓടി. DVD ഓടുന്നില്ല. DVD ഓടാത്തത് ഈ മോഡൽ സെറ്റിനെല്ലാം ലെൻസ് കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അപ്പോൾ DVD ഓടാറില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. മിക്കവാറും DVD MP3 എടുക്കുന്നുണ്ട്. MP3 എടുക്കുന്നുണ്ട്, VCD എടുക്കുന്നുണ്ട്. DVD ഫിലിം മാത്രമേ എടുക്കാതെ ഉള്ളൂ. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. അത് ലെൻസിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് മാറേണ്ടി വരും. പാട്ട് കേൾക്കാനുള്ളവർക്ക് കുഴപ്പമില്ല. ഇത് കണ്ടോ, ഹിന്ദി സോങ്സ് ജസ്വിൻ പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മാർപ്പാപ്പ എടുത്തില്ല, കുട്ടനാടൻ മാർപ്പാപ്പ. ഇത് DVD ഫിലിമാണ്. ഇനി ഫിലിം വീഡിയോ എടുക്കാനുള്ളൊരു മടുപ്പാണോ? ഓഡിയോ എടുത്തു. ഓഡിയോ DVD ഡിസ്ക്കാണ്. അപ്പോൾ റൈറ്റ് ചെയ്ത ഡിസ്ക്കാണ്. മറ്റേതിൻ്റെ അത്ര ഒരു സൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എടുത്ത്. ഇതിപ്പോൾ ചിലപ്പോൾ എടുത്ത് കനോട്ട് പ്ലേ. അത് കനോട്ട് പ്ലേ ആണ്. ലെൻസിൻ ബ്ലോക്കിന് കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ ഈ സാധനം ഒന്നുകൂടെ ഇട്ട് നോക്കട്ടെ. ഇത് കണ്ടോ, ഫണ്ടക്കിൻ്റെ DVD 4.7G. ഇത് 4.7 ഉള്ളു. അതുകൊണ്ടാണ്. ഇത് 8GB വരും. അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. 4.7 GB കൂടുന്നതനുസരിച്ച് എടുക്കാനുള്ള സിഗ്നൽ കുറയുമായിരിക്കും ചിലപ്പോൾ. അതിപ്പോൾ സിനിമ ഒന്നും കാണുന്നില്ലെങ്കിൽ പെൻഡ്രൈവ് വർക്ക് ചെയ്യും, TV-യുടെ ഇൻപുട്ട് വർക്ക് ചെയ്യും, MP3 വർക്ക് ചെയ്യും, DVD MP3 വർക്ക് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ പോരെ ഒരു പാട്ട് കേൾക്കാൻ. ഈ ലെൻസ് മാറാൻ നടക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ സിനിമയും എടുക്കാൻ തുടങ്ങും. കാരണം വെച്ചാൽ ഒത്തിരി ദിവസമായിട്ട് വർക്ക് ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ ഈ ലെൻസിലൊക്കെ ഒരു ഫംഗൽ പോലെയൊക്കെ വരും. അതൊക്കെ ഇച്ചിരി നേരം കഴിയുമ്പോൾ പൊടി എടുത്ത സ്ഥിതിക്ക് കുഴപ്പമില്ല ഉണ്ടല്ലേ. നെക്സ്റ്റ് പാട്ട് നോക്കട്ടെ. നെക്സ്റ്റ് 2. സാറൊരു ഭാഗ്യവാന. കറക്റ്റ് പാട്ട് കൂടെ ഉണ്ടായിരുന്നു. സെറ്റ് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ ഫുൾ ടൈം ഒക്കെ വർക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ തരാം.
ഇത് വാട്സിൻ്റെ ഫാൻ പുതിയത് വന്നതല്ലേ, പോർട്ടബിൾ. കറണ്ട് പോയി, ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ വൈകുന്നേരം ഇനി കറണ്ട് വരുവുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് തക്കാലത്തേന് സർവീസ് നമ്മൾ നിർത്തിയിരിക്കുക. ഇപ്പോൾ സർവീസ് സെൻറ്റർ നമുക്ക് ഇത്രയും ലൈറ്റും ഇതെല്ലാം ഫാനും ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സർവീസ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഇപ്പം അതുപോലെ തന്നെ ഇത് ഒത്തിരി സമയമായി, ഇത് 1 മണിക്കൂർ അടുത്ത് ആവുകയും ചെയ്തു ഈ വീഡിയോ. കാരണം ഇനിയും കുറച്ച് ടൈം കൂടെ എടുക്കും, എല്ലാം ഫുൾ ചെക്കപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട് അതിൻ്റെ. അതുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെ തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്